കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മാറ്റുലി, മാറ്റത്തിന്റെ ശങ്കുലി. വിപ്ലവ സൂര്യൻ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ അനുസ്മരിക്കുന്ന പ്രത്യേക പരിപാടി. നിർവഹണം ശ്രീകാന്ത് കെ. VS അച്യുതാനന്ദൻ വിടവാങ്ങാത്ത വിപ്ലവ സൂര്യൻ. നൂറ്റാണ്ട് നീണ്ട ആ ജീവിതം കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു കെടാവിളക്കായിരുന്നു. അഴിമതിക്കെതിരെയും അനീതിക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച സഖാവ് സാധാരണക്കാരന്റെ ശബ്ദമായി എന്നും നിലകൊണ്ടു. സമരമുഖങ്ങളിൽ ആവേശം പകർന്ന ആ ഊർജ്ജസ്വലമായ സാന്നിധ്യം കേരളത്തിലെ തൊഴിലാളി വർഗത്തിനും അടിച്ചമർത്തപ്പെട്ടവർക്കും എന്നും പ്രചോദനമായിരുന്നു. അധികാരത്തിന്റെ ഉന്നതങ്ങളിൽ ഇരിക്കുമ്പോഴും മണ്ണിന്റെ മണമുള്ള മനുഷ്യനായി ജീവിച്ച അദ്ദേഹം ലാളിത്യത്തിന്റെയും ആത്മാർത്ഥതയുടെയും പ്രതീകമായിരുന്നു. VS അച്യുതാനന്ദൻ എന്ന പേര് ഒരു വ്യക്തിയിൽ ഒതുങ്ങിയില്ല. അത് പോരാട്ടത്തിന്റെ, വിപ്ലവത്തിന്റെ, ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി മാറി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കേരളത്തിന്റെ മണ്ണിൽ ആവേശത്തിന്റെ കനലായി എന്നും ജ്വലിച്ചു നിന്നു. വരും തലമുറകൾക്ക് വഴികാട്ടിയായി ആ ധീരസ്മരണകൾ എന്നും നിലനിൽക്കും. അച്യുതാനന്ദൻ എന്ന അതുല്യ വ്യക്തിത്വത്തിന് പ്രണാമം. വിട പറയുമ്പോഴും ആ ഓർമ്മകൾ നമുക്ക് പോരാടാനുള്ള ഊർജവും ആവേശവുമാണ്. കയ്യൂരുള്ളൊരു സമരസഖാവിന് വീയൂരെന്നൊരു ഭയമില്ല. വയലാറുള്ളൊരു വിപ്ലവമൊട്ടിന് വയ്യാവേലികളറിയില്ല. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 തുലാമാസത്തിലെ അനിഴം നക്ഷത്രത്തിലാണ് VS ജനിച്ചത്. 4 വയസ്സുള്ളപ്പോൾ അമ്മയും 11 വയസ്സിൽ അച്ഛനും മരിച്ചതിനെ തുടർന്ന് അച്ഛന്റെ സഹോദരിയാണ് അച്യുതാനന്ദനെ വളർത്തിയത്. അച്ഛൻ മരിച്ചതോടെ 7ാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ച ഇദ്ദേഹം ജ്യേഷ്ഠന്റെ സഹായിയായി കുറേക്കാലം ജൗളിക്കടയിൽ ജോലി നോക്കി. തുടർന്ന് കയർ ഫാക്ടറിയിലും ജോലി ചെയ്തു. നിവർത്തന പ്രക്ഷോഭം നാട്ടിൽ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അച്യുതാനന്ദൻ 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ചേർന്നു. തുടർന്ന് പുരോഗമന പ്രസ്ഥാനത്തിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായി. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി. അച്യുതാനന്ദനിൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായ P. കൃഷ്ണപിള്ളയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്താനായി അച്യുതാനന്ദനെ അദ്ദേഹം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് വിട്ടു. അവിടെ നിന്നും അച്യുതാനന്ദൻ വളർന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്കായിരുന്നു. പോലീസിന് ഇതേപോലെ ചെറുപ്പക്കാരെ തല്ലാൻ ആരാണ് നിർദ്ദേശം നൽകിയത്? അടിക്കുന്ന വടി പിടിച്ചുകൊണ്ടിരിക്കുന്നവന്റെയും മക്കൾക്ക് ഈ ആനുകൂല്യം കിട്ടുമ്പോൾ തൊട്ടി നുണയേണ്ടവനാണ് ഈ അടിക്കുന്നവരെന്ന് അടിക്കുന്നവർ ഓർക്കുന്നുണ്ട്. ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളതും മാനവ രക്തം, മാനവ രക്തം, മാനവ രക്തം. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കവേ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയി. പിന്നീട് പോലീസ് അറസ്റ്റിനെ തുടർന്ന് ലോക്കപ്പിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായി. പിന്നീട് 4 വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിലായിരുന്നു. 1952 VS അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി. 1954 പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായി. 1956 ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി. ഒപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും. 1959 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ അംഗം. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 2ആയി പിളർന്നതോടെ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായി. 1964 മുതൽ 1970 വരെ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ ജില്ലാ സെക്രട്ടറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് വഴിവെച്ച 1964
ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന് CPM രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള 7 നേതാക്കളിൽ ഒരാൾ. 1980 മുതൽ 1991 വരെ 3 തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. 1986 മുതൽ 2009 വരെ 23 വർഷം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ അംഗം. 1965 മുതൽ 2016 വരെ 10 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. ഒടുവിൽ മത്സരിച്ച 2016 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം മൊത്തം 7 തവണ വിജയിക്കുകയും ചെയ്തു. 92 മുതൽ 96 വരെ, 2001 മുതൽ 2006 വരെ, 2011 മുതൽ 2016 വരെ എന്നീ കാലയളവിൽ കേരള നിയമസഭകളിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. 1998 മുതൽ 2001 വരെ ഇടതുമുന്നണിയുടെ കൺവീനറായും പ്രവർത്തിച്ചു. പാർട്ടി ഭൂരിപക്ഷം നേടുമ്പോൾ VS തോൽക്കുകയോ VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയോ ചെയ്യുന്ന സ്ഥിതിയായിരുന്നു മിക്ക തവണയും. അതിന് മാറ്റം വന്നത് 2006 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചപ്പോൾ പാർട്ടിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടമായി. കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച അച്യുതാനന്ദൻ ഒട്ടേറെ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകി. വനം കയ്യേറ്റം, മണൽ മാഫിയ, അഴിമതി എന്നിവയ്ക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തത് ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി. അതുമൂലം 2006 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 140 സീറ്റിൽ 98 സീറ്റുകളും നേടി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. 2006 മെയ് 18 കേരളത്തിന്റെ 11ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ VSന് 83 വയസ്സായിരുന്നു. സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒട്ടേറെ ജനക്ഷേമ പരിപാടികൾക്ക് VS തുടക്കമിട്ടു. മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കലിന് പ്രത്യേക ദൗത്യസംഘത്തെ നിയോഗിച്ചു. സ്വന്തം നിലപാടുകളിൽ നിന്നും അണുവിട മാറാതെ നിന്നു. വിവാദം സൃഷ്ടിച്ച സ്മാർട്ട് സിറ്റി കരാർ പരിഷ്കരിച്ച് ഒപ്പുവെക്കാനും VS അച്യുതാനന്ദന് കഴിഞ്ഞു. അഴിമതിക്കാരെയും കുറ്റവാളികളെയും തിരഞ്ഞുപിടിച്ച് നിയമത്തിന് മുന്നിലെത്തിക്കാൻ നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിന് പുറത്തും അദ്ദേഹത്തിന് പ്രശസ്തി നേടിക്കൊടുത്തു. മണ്ണിനും മനുഷ്യനും വേണ്ടി ഉയിര് പകുത്തും വിയർപ്പൊഴുക്കിയും നിലകൊണ്ട് നാടിന്റെ കണ്ണും കരളുമായി മാറിയ നേതാവ്. ഇടവേളകളില്ലാത്ത സമരങ്ങളുടെ ഇടിമുഴക്കം, വിട്ടുവീഴ്ചയില്ലാത്ത കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടുകൾ, ജലത്തിലെ മത്സ്യമെന്ന പോൽ ജനസാഗരങ്ങൾക്കൊപ്പം നിറഞ്ഞുനിന്ന അപൂർവ ജീവിതം. ഇതെല്ലാമാണ് കേരളത്തിന്റെ വികാരമായ ജനനേതാവായി VS മാറാൻ കാരണമായത്. തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ജീവിതത്തിൽ എന്നും വിശ്വസിക്കാമെന്ന് മലയാളി ഉറപ്പിച്ച വാക്കായിരുന്നു VSന്റേത്. ആരോഗ്യ പ്രശ്നങ്ങളാൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും സമീപകാലത്ത് മാറി നിന്നതൊഴിച്ചാൽ കാലങ്ങളായി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജ്വലിച്ചുനിന്ന രക്തതാരമായിരുന്നു VS. ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച നേതാവായിരുന്നതിനാലാണ് അരികിലെത്തുമ്പോഴെല്ലാം കണ്ണേ കരളെ VSA എന്ന് ജനം ആർത്തു വിളിച്ചത്. നാടിന്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോഴൊക്കെ VS എന്തു പറയുന്നു എന്നറിയാൻ കേരളം കാതോർത്തു. അത്രയും പ്രിയപ്പെട്ട നേതാവ് വിട പറയുമ്പോൾ മലയാള മനസാക്ഷി എന്തു ചെയ്യണമെന്നറിയാത്ത വിധം ദുഃഖത്തിലാണ്ട് പോകുന്നു. ഇനി ഇങ്ങനെ ഒരാൾ ഇല്ലല്ലോ എന്നോർത്ത് കേരളം കണ്ണീർ വാർക്കുന്നു. VSന് പകരം ഇനി ഒരു VS ഇല്ലെന്ന സത്യം ഓരോ മലയാളിയെയും വേദനിപ്പിക്കുന്നു. നന്മയുടെ പകൽ അസ്തമിക്കരുതെന്നാഗ്രഹിക്കുന്ന ഏതൊരു സത്യാന്വേഷിയെയും കടുത്ത നിരാശയിലാഴ്ത്തുകയാണ് ഈ വേർപാട്. കേരള രാഷ്ട്രീയത്തിൽ ഒരു യുഗമായിരുന്നു VS. ആ യുഗം അവസാനിക്കുമ്പോൾ കാലമൊരു നിമിഷമെങ്കിലും നിശ്ചലമാകുന്നു. ആ സമരവീര്യത്തിന്റെ ആവേശം വാരിവിതറി തങ്കലിപികളിൽ എഴുതപ്പെട്ട കേരളത്തിന്റെ ചരിത്രമായി VS ഇനി മാറും. റോസാപ്പൂവേ
അധസ്ഥിതരും അശരണരും ചൂഷിതരുമായ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വിമോചനത്തിന്റെ വഴിതെളിച്ച 8.5 പതിറ്റാണ്ട് നീണ്ട മഹോജ്വല ജീവിതമാണ് ഇതോടുകൂടി ചരിത്രത്തിന്റെ ഭാഗമാകുന്നത്. കൊടിയ ദുഷ്പ്രഭുത്വത്തിന് കീഴിൽ തലകുനിക്കാത്ത ആ സമര യൗവനം മാതൃകകളില്ലാത്ത സമർപ്പണത്തിന്റെയും വീറിന്റെയും ബഹുവചനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകനിൽ ആരംഭിച്ച് CPIM PB അംഗം എന്ന നിലയിൽ വരെ VS പ്രവർത്തിച്ചു. ഇന്ത്യൻ തൊഴിലാളി വർഗ ലോക കർഷക പ്രസ്ഥാനത്തിന്റെയും CPMന്റെയും ഏറ്റവും സമുന്നത നേതൃത്വവും മുഖ്യമന്ത്രിയുമായ VS ഇനി ഓർമ്മകളിലെ രക്തനക്ഷത്രവും ചരിത്രത്തിന്റെ ഇന്ധനവുമാകും. ദരിദ്ര കുടുംബത്തിൽ പിറന്ന് ഇല്ലായ്മകളിൽ പൊറുതിമുട്ടി വിദ്യാഭ്യാസം പാതിവഴിയിൽ ഉപേക്ഷിച്ച് തൊഴിലിന് ഇറങ്ങേണ്ടി വന്നത് തലയിലെഴുത്തായല്ല അച്യുതാനന്ദൻ കണ്ടത്. സഹജീവികളുടെ വിവരണാതീതമായ കഷ്ടപ്പാടുകളും അവർ നീന്തിക്കയറിയ സങ്കടക്കടലുകളും ആ ചെറുപ്പക്കാരനെ ഇരുത്തി ചിന്തിച്ചു. P. കൃഷ്ണപിള്ളയുമായുള്ള ബന്ധം കർഷക കയർ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കാൻ പ്രേരണയായി. ഫാക്ടറി തൊഴിലാളിയായിരുന്ന VS കയർ തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങളിൽ സജീവമായി. അതിനിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നത്. കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവനു പോലെ എരിയും സൂര്യൻ. കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവനു പോലെ എരിയും സൂര്യൻ. കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടി ഉണർത്തി വിടർത്തി, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. VSന്റെ പ്രസംഗം കേൾക്കാൻ എന്നും എക്കാലവും ജനം തടിച്ചുകൂടിയിരുന്നു. യോഗങ്ങളിൽ നിന്നും യോഗങ്ങളിലേക്കുള്ള യാത്രകളിൽ എവിടെയും ജനം തിങ്ങി നിറഞ്ഞിരുന്നു. VSന് വേദിയിലേക്ക് കടക്കുവാൻ സൗകര്യമൊരുക്കണം എന്നും വേദിയിലെത്തിക്കഴിഞ്ഞാൽ ദയവായി VSനെ പ്രസംഗിക്കാൻ അനുവദിക്കണം എന്നും സംഘാടകർക്ക് അഭ്യർത്ഥിക്കേണ്ടി വന്നു. പ്രസംഗത്തിന്റെ മൂർച്ച രസകരമായി ഓളം തല്ലി ഉലഞ്ഞ് മുന്നേറിയിരുന്ന കാലത്തിനു മുമ്പ് ഒരു VS ഉണ്ടായിരുന്നു. ചേറിലും ചെളിയിലും കിടന്ന് ജന്മികളുടെ തണ്ടിനും തല്ലിനും ഇടയിൽ ജീവിതം ഹോമിച്ച അതിദരിദ്രരുടെ മോചകനായി അവതരിച്ച VS. 40കളിൽ കുട്ടനാട്ടിൽ പകലന്തിയോളം പണിയെടുത്താലും മാന്യമായ കൂലി കിട്ടില്ലായിരുന്നു. നെല്ലായി നൽകുന്ന കൂലി കൂടുതൽ ചോദിച്ചാൽ ജന്മിമാരുടെ ഗുണ്ടകളുടെ കൊടിയ മർദ്ദനം. സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോകും. ചിലപ്പോൾ കായലിൽ ശവങ്ങൾ പൊന്തും. ആ വയലേലകളിൽ VS നടത്തിയ പ്രസംഗങ്ങളിലൂടെ അവർ സംഘടിതരായി. അവരുടെയെല്ലാം ശ്രദ്ധയെ ആകർഷിക്കാൻ നീട്ടിയും കുറുക്കിയും ഒച്ചവെച്ചും ആംഗ്യങ്ങൾ കാണിച്ചും പ്രസംഗിക്കാൻ ശീലിച്ചു. കൂലി അളക്കുന്ന അളവ് പാത്രത്തിൽ പോലും കള്ളത്തരമായിരുന്നു. കൂലിയാൻ അളവ് പാത്രം മാറ്റി തൊഴിലാളികൾക്ക് വേണ്ടി ബോധ്യമായ നാഴികകൾ കൊണ്ടുവരാൻ ജന്മിമാരുടെ ശിങ്കിടികൾ നിർബന്ധിതരായി. അവിടുന്ന് അങ്ങോട്ട് നടത്തിയ മുന്നേറ്റങ്ങളിലെല്ലാം VSന്റെ പ്രസംഗത്തിന്റെ മൂർച്ച രാഗി മിനുക്കിപ്പോന്നു. രാഷ്ട്രീയ കേരളത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തെയും പ്രസംഗങ്ങളിലൂടെ വെളിപ്പെടുത്തി. വിമോചന സമരവും അടിയന്തരാവസ്ഥയും അടക്കം കമ്മ്യൂണിസ്റ്റ് വേട്ടക്കാലത്തുള്ള VSന്റെ ധീരമായ പ്രസംഗങ്ങൾ അനവധിയാണ്. അതെല്ലാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇടതുചേരിയെ ബലപ്പെടുത്തി. പരിസ്ഥിതി സംരക്ഷണ ബോധത്തിലേക്കും സ്ത്രീപീഡകർക്കെതിരെ വിട്ടുവീഴ്ച അരുതെന്നും അഴിമതിക്കാരെ അടുപ്പിക്കരുതെന്നും ഉറച്ച നിലപാട് അദ്ദേഹം എടുത്തു. എന്റെ വൃദ്ധത്വം തല നരക്കാത്തതല്ല, എന്റെ യുവത്വവും കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS 102 വയസ്സിൽ യാത്ര ചൊല്ലുമ്പോൾ ഐക്യ കേരളത്തിനു മുമ്പേ ഈ പ്രദേശത്ത് രൂപം കൊണ്ട സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും സുപ്രധാനമായൊരു ചരിത്രഖണ്ഡത്തിനു കൂടിയാണ് അവസാനം കുറിക്കുന്നത്. കേരളത്തെ അടയാളപ്പെടുത്തുന്ന സമരേതിഹാസങ്ങളുടെ പതാകവാഹകരിലെ അവസാന കണ്ണി. ഐക്യ കേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ യാഥാർത്ഥ്യമാക്കാൻ പാർട്ടിയെ സുസജ്ജമാക്കിയ പിന്നണി പോരാളി. 61 വർഷം മുമ്പ് CPI ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോന്ന് CPM എന്ന പുതിയ പാർട്ടിക്ക് രൂപം നൽകിയ 32 പേരിൽ അവസാനത്തെയാൾ. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ നിയമസഭയ്ക്കകത്തും പുറത്തും അദ്ദേഹം നടത്തിയ ഇടപാടുകൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. അതൊരു ചരിത്രഘട്ടത്തിന്റെ ഒടുക്കവും അസ്തമിക്കാത്ത ധീരസ്മരണകളുടെ തുടക്കവുമാണ്. മുഷ്ടി ചുരുട്ടി ഉയർന്ന കൈകളുമായി സദസ്സിനെ അഭിവാദ്യം ചെയ്യുന്ന VSനെയാണ് എക്കാലത്തും പൊതുവേദികളിൽ കാണാറുള്ളത്.
ജീവിതത്തിന്റെ മുഴുവൻ സമരഭാവങ്ങളും ആ നിൽപ്പിലുണ്ടായിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒന്നാം നാൾ മുതൽ സർവ്വ അധികാരവർഗങ്ങൾക്കുമെതിരെ പ്രതിപക്ഷമായി നിലയുറപ്പിച്ച VS രാഷ്ട്രീയ കേരളത്തിന്റെ പാഠപുസ്തകങ്ങളിലെ പ്രധാന അധ്യായങ്ങളിലൊന്നായി വരും കാലങ്ങളിലും സ്മരിക്കപ്പെടുമെന്നത് തീർച്ചയാണ്. ചരിത്രപുരുഷന് റേഡിയോ മാറ്റുലിയുടെ ആദരാഞ്ജലികൾ. കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടി ഉണർത്തി. ശ്രോതാക്കൾ കേട്ടത് വിപ്ലവ സൂര്യൻ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ അനുസ്മരിച്ചത്. നിർവഹണം ശ്രീകാന്ത് കെ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മാറ്റുലി, മാറ്റത്തിന്റെ ശങ്കുലി.